ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർ വിഭാഗത്തിലെ ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നെല്ലാ രീതിയിൽ പ്രശസ്തി കേട്ട ശ്രീനിവാസൻ എന്ത് ചെയ്തിരുന്നു, കഴിഞ്ഞ വർഷം അന്തരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം PSC ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കലാ, സാഹിത്യം, സാംസ്കാരികം എന്നുള്ള ഒരു മേഖലയിൽ സിനിമ ഒരു വിഷയമാണ്. അപ്പോൾ ആ സിനിമ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞു വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു കറണ്ട് അഫെയർ ക്ലാസ്സിൽ ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എഴുതി വെക്കുക, മനസ്സിലാക്കുക. ആദ്യം ഇദ്ദേഹം അന്തരിച്ച ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 20 ഡിസംബർ 2025 ശ്രീനിവാസൻ എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തുടക്കം എന്ന് പറയുന്നത് 1976 അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. PA ബക്കീറിൻ്റെ മണിമുഴക്കം എന്നുള്ളൊരു സിനിമയിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് PA ബക്കീറിൻ്റെ മണിമുഴക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നീട് ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിന് ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതിൽ ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞിട്ടുള്ള ചലച്ചിത്രത്തിനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. 1998 ആ ഒരു സിനിമ റിലീസാവുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രം എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ആ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. ആദ്യം മികച്ച സിനിമ വടക്കുനോക്കി യന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ചലച്ചിത്രത്തിന് 1989 ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച കഥ, സന്ദേശം, കാലിക പ്രസക്തിയുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു സിനിമയാണ് സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശത്തിന് മികച്ച കഥ എന്നുള്ള പുരസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, 1991 ലഭിക്കുന്നു. അതുപോലെ തന്നെ മികച്ച തിരക്കഥ, ജനപ്രിയ സിനിമ എന്നുള്ള പുരസ്കാരങ്ങൾ മഴയത്ത് മുൻപേ എന്നുള്ള ചലച്ചിത്രത്തിന് ലഭിക്കുന്നു. ജനപ്രിയ ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയ്ക്ക് 2 പുരസ്കാരങ്ങൾ പ്രധാനമായിട്ട് ലഭിക്കുന്നുണ്ട്. ഒന്ന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നു 1998. അതുപോലെ തന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നു. അത് 1998 തന്നെ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം തകരച്ചെണ്ട എന്നുള്ള സിനിമയ്ക്കും, ജനപ്രിയ ചിത്രം എന്നുള്ള പുരസ്കാരം 2007 കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു നടനായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. 2025 ഡിസംബർ 20 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ പ്രിയ നടനായിട്ടുള്ള ശ്രീനിവാസന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ അന്തരിച്ച ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഇദ്ദേഹം അവസാനമായി തിരക്കഥ എഴുതിയ ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ നായകനായ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത് നമ്മുടെ സ്ലൈഡിൽ ഇല്ലായിരുന്നു. ആ പോയിന്റും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള അവസാനത്തെ സിനിമയാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്നത്. അപ്പോൾ PSC പരീക്ഷകളിൽ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ അന്തരിച്ച ഒരു നടനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഗുണപ്പെടും. അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിന്റുകളും എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൽ വർഷങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ പോയിന്റ്സ് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദേശീയ പുരസ്കാരം ലഭിച്ചത്, അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അത് തന്നെ മികച്ച സിനിമ ഏതാണെന്നുള്ളതാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. മികച്ച സിനിമ വടക്ക് നോക്കി യന്ത്രമാണ് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.